ഇന്ന് ഞാൻ കേട്ട മറ്റൊരു വാർത്തയാണ്. പത്രത്തിലുണ്ടായിരുന്നു, കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകും, പക്ഷെ അത് പിടിച്ചു, അതെല്ലാം കിട്ടി, എന്തോ ആയിക്കൊണ്ട്. ഇപ്പോഴും ആലപ്പുഴയിൽ രാഹുൽ, എനിക്ക് ഇങ്ങനെ തോന്നുന്നു, രാഹുൽ എന്നാണ് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. എത്രയോ വർഷങ്ങളായി. എന്ത് സംഭവിച്ചു ആ കുട്ടിക്കെന്നറിയില്ല. എന്തായിരിക്കും യഥാർത്ഥം സംഭവിച്ചല്ലേ? ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും ഒന്നും എങ്ങും എത്തിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും അതിനൊരു തുമ്പുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അതങ്ങനെയാണ് ചരിത്രം. എത്ര നമ്മൾ മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അത് പുറത്തു വരും, അതിൻ്റെ യഥാർത്ഥ കാര്യം. ഇതിപ്പം ചിലപ്പം വർഷങ്ങളെടുക്കും, ഒരുപാട് വർഷങ്ങൾ. ഇന്നാളൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു സൈനികൻ, അദ്ദേഹത്തിൻ്റെ അവശിഷ്ടമൊക്കെ കിട്ടിയത്, അതായത് മൃതദേഹം. അപ്പോൾ അതത്രയും വർഷങ്ങൾ കിടന്നു, അങ്ങനെ മഞ്ഞിൽ ഒക്കെ കിടന്ന് അത് വലിയ ന്യൂസൊക്കെ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എന്ത് കാര്യം ഇവിടെ ഉണ്ടോ ഒരിക്കൽ അത് പുറത്തു വരും. അത് എത്രയോ ചിലപ്പം വർഷങ്ങൾ പിടിക്കുമായിരിക്കും, പക്ഷേ അത് പുറത്ത് വരാനുള്ളത് തീർച്ചയായിട്ടും പുറത്തു വന്നേ മതിയാവുള്ളൂ. അപ്പം ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുക, ചിലപ്പം നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, നമ്മൾ ജസ്റ്റ് അവർ പോകില്ല അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് മാറില്ല എന്നുള്ള ആത്മവിശ്വാസം കൂടുമ്പോഴും. ഇപ്പം എൻ്റെ കുഞ്ഞിനെ തന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ അവൾ കളിക്കുകയാണ്, പെട്ടെന്ന് ഞാൻ കാരണം അടുക്കളയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കാണാൻ പറ്റും, ഗേറ്റ് കാണാൻ പറ്റും. വാതിൽക്കൽ ഇരുന്നുകൊണ്ട് ഗേറ്റും കൂട്ടിയിട്ടിട്ട് അവൾ സിറ്റ് ഔട്ടിൽ ഹാളിലാവും, ഞാൻ അടുക്കളയിൽ ഇരിക്കുവാണെങ്കിലും ചിലർ ഒറ്റയ്ക്കാണോ ഇരിക്കുന്നതെന്ന് റോഡിൽ കൂടെ പോകുന്നവർ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അടുക്കളയിൽ ദേ ഇവിടെ ആളുണ്ടേ എന്ന് ഞാൻ വിളിച്ച് പറയും. എന്നിട്ട് കാണാം അങ്ങനെ പോകുന്നതും വരുന്നതും അല്ല. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ എന്താണ്, അവളവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് എന്തായാലും എന്ന്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല പലപ്പോഴും, ഒരു നിമിഷത്തെ നമ്മുടെ ഒരു കണ്ണൊന്ന് മാറുമ്പോഴായിരിക്കാം എന്തെങ്കിലും ഒന്ന് സംഭവിക്കുക. ഒരമ്മ അവരെത്ര കഷ്ടപ്പെട്ടായിരിക്കാം ഓരോ നിമിഷവും തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി എടുക്കുക. അതവരുടെ കടമയുടെ ഭാഗമാണ്. ഞാൻ പറയാറുണ്ട്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് ആരെയും കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിലോടൊന്നും എനിക്ക് ആ ഒരു താല്പര്യം തോന്നില്ല. ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ എടുക്കണമെന്ന് ആർക്ക് വേണമെങ്കിലും എടുക്കാം, പക്ഷേ എൻ്റെ കൊച്ചിനെ പിടിച്ച് ഞാൻ അത് ചെയ്യട്ടെ എന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒഴികെ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒഴികെ വേറെ ആരോടും ഞാനങ്ങനെ പറയാറില്ല. കാരണം എനിക്ക് പറയാൻ പറ്റിയ രണ്ട് വ്യക്തി എൻ്റെ തോന്നലിൽ എന്ന് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. അപ്പം അദ്ദേഹത്തോട് പറയാം, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയോട് പറയാം, അമ്മേ ശരി. കാരണം അത് രണ്ടുമാണ് ഏറ്റവും വലിയ അടുപ്പമെന്ന് പറയുന്നത്, അല്ലേ? അനിയൻ എന്ന് പറയുമ്പോഴത്തേക്കും അവൾ ചിലപ്പം പോകണമെന്നില്ല, പിന്നെ അവൻ്റേതായിട്ടുള്ള കാര്യമുണ്ട്. എനിക്ക് പറയാൻ പറ്റിയത് എനിക്ക് എപ്പോഴും പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഉറപ്പായിട്ടും അത് എല്ലാവർക്കും ഏകദേശം അങ്ങനെ ആയിരിക്കാം. നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റിയ രണ്ട് വ്യക്തികൾ നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ സ്വന്തം അമ്മയുമാണ്. മറ്റൊരാളോട് നമുക്ക് അങ്ങനെ ചെന്നിട്ട് പറഞ്ഞാനോ ഏൽപ്പിക്കാനോ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നാറില്ല. ഞാനങ്ങനെ ചെയ്യാറില്ല. കാരണം മാക്സിമം എനിക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പുറത്തേക്ക് പോകണ്ട. അപ്പോൾ ഞാൻ എല്ലാം തന്നെയും എൻ്റെ കുഞ്ഞിന് ഉറങ്ങുന്ന സമയവും എല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരമ്മയ്ക്ക് ചോറും കറികളും രാവിലത്തതും എല്ലാം വയ്ക്കാൻ പറ്റും, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും, കുഞ്ഞിനെയും നോക്കാൻ പറ്റും. ഇതെല്ലാം ഒരു കാൽക്കുലേഷനിൽ പോയാൽ ഇതെല്ലാം ഒരമ്മയ്ക്ക് കഴിയും. അത് അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. കാരണം അവരുടെ ബ്രെയിൻ അത്ര വർക്കിംഗ് ആയിരിക്കും. സത്യം, അത്ര വർക്കിംഗ് ആയിരിക്കും. അവർ ഇങ്ങനെ കുഞ്ഞിനെ ശ്രദ്ധ മാത്രമായിട്ടിരിക്കുമ്പോൾ കുഞ്ഞിനെ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർക്ക് നല്ല കാൽക്കുലേഷൻ കാണും. അതാണ് അമ്മമാരുടെ ഒരു കഴിവെന്ന് പറയുന്നത്. അതുകൊണ്ട് പറ്റും. അപ്പം
എപ്പോഴും ഇതൊക്കെ മനസ്സിലാക്കുന്ന ചുറ്റുപാടുമുള്ള ആളുകൾ അവരത്രയൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ അവർക്ക് കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം എല്ലാവരും കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണ്, കുഞ്ഞുങ്ങളെ വെച്ച് ആരും ഒന്നും ചെയ്യല്ലേ. അവർ വളർന്നോട്ടെ, അവർ പേടിക്കാതെ ഒന്ന് വളരട്ടെ അല്ലേ. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ വളരെ വിലപ്പെട്ടത് തന്നെയാണ്. അങ്ങനെയൊക്കെ ദുഷ്ടന്മാർ എന്ന് പറയുമ്പോൾ, എന്നിട്ട് നമുക്കറിയാം ഒരുപാട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി അവരെന്തൊക്കെ ദുഷ്ടത്തരമായിരിക്കും കാണിക്കുന്നത് അല്ലേ. ഒരുപാട് ഉപദ്രവിക്കുന്നത്, ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിടും. നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സിനിമ കാണുമ്പം തന്നെ ഒരു വല്ലാത്ത ഒരു ഉള്ളിലൊരു പേടി തോന്നും. എൻ്റെ കുഞ്ഞ്, അയ്യോ എൻ്റെ കുഞ്ഞിന്, ഇങ്ങനൊരു പേടി തോന്നും. അപ്പം നമ്മൾ അത്രയ്ക്കും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രായം കൂടിയാണ് അവരുടേത്. ശരിയല്ലേ?